മക്കൾസ്, നമുക്ക് പഠിക്കാനുള്ള പാരിഭാഷിക് ശബ്ദാവലി സമയക്കെ സാത്ത് ഹംബി എന്നുള്ള ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ട് 8 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഇങ്ങനെ 8 വാക്കുകൾ തന്നിട്ട് അതിന് വലതുവശത്ത് ഹിന്ദി ഡിസോർഡർ ആയിട്ട് തരും. അതിനെ ഓർഡർ ആക്കി എഴുതാനാണ് നമുക്ക് പറയുന്നത്. 8 മാർക്കിനാണ്. അപ്പോൾ നമ്മളിത് നോക്കൂ. ചാറ്റ്സ്, ബാത്ചിത്ത്, ഫോർമാറ്റ്, പ്രാരൂപ്, ഇന്റർനെറ്റ്, അന്തർജാൽ, പ്രോഗ്രാം, പ്രക്രം, സെർച്ച്, खोज, सिंबल, संकेत, ट्रश, കൂടേദാൻ, യൂസർ നെയിം, ഉപയോഗകർത്താ का नाम. ഇത് ഓരോന്നിന്റെ ശരി ഉത്തരമാണ്. ഡിസോർഡർ ആയിട്ടുള്ളതിനെ ഓർഡർ ആക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 8 എണ്ണം നമുക്ക് ചോദിച്ചിട്ട് 8 മാർക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ 8 മാർക്ക് കിട്ടാൻ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചാൽ മതി. അതായത് ഫയൽ എന്ന് പറഞ്ഞാൽ സഞ്ചികയാണ്, ഫയൽ എന്നാണ് പറയുന്നത്. ഫോർമാറ്റ് എന്നുള്ളതിന് പ്രാരൂപം എന്ന് പറയും, മാതൃകാരൂപം എന്ന് പറയും. ഇമ്പോർട്ടന്റ് എന്നുള്ളതിന് മഹത്വപൂർണ്ണ എന്നാണ് ഹിന്ദി. ഇൻപുട്ട് എന്നുള്ളതിന്റെ ഹിന്ദി അന്തർപാത്ത് എന്നാണ്. ഇന്റർനെറ്റ് എന്നുള്ളതിന് നമ്മൾ അന്തർജാൽ എന്നാണ് പറയുന്നത്. സാനിറ്റേഷൻ എന്നുള്ളതിന് സഫായി എന്നാണ് പറയുന്നത്. സറൗണ്ടിങ് എന്നുള്ളതിന് പരിവേഷ് എന്നാണ് പറയുന്നത്. ആഡഡ് അക്കൗണ്ട് എന്നുള്ളതിന് ഖാത്താ ചോടെ എന്നാണ് പറയുന്നത്. ക്യാൻസൽ എന്നുള്ളതിന് നമ്മൾ റദ്ദ് കരി എന്നാണ് പറയുന്നത്. കാറ്റഗറീസ് എന്നുള്ളതിന് ശ്രേണിയാം എന്ന് പറയുന്നു. അതുപോലെ ട്രഷ് എന്നുള്ളതിന് കൂടേദാൻ ചവറ്റുകൊട്ട എന്ന് പറയുന്നു. പബ്ലിക് എന്നുള്ളതിന് സാർവജനിക പൊതുവായത് എന്നാണ് അർത്ഥം. റിസോഴ്സ് എന്നുള്ളതിന് നമ്മൾ സംസാധനം എന്നാണ് ഹിന്ദിയിൽ പറയുക, സ്രോതസ്. സെർച്ചിന് നമ്മൾ ഖോജ്, അന്വേഷണം എന്ന് പറയുന്നു. സെൻഡ് മെയിൽ എന്നുള്ളതിന് ബേജി ഗൈ മെയിൽ, അയച്ച മെയിൽ എന്നാണ് പറയുന്നത്. അടുത്തത് നോ സബ്ജക്റ്റ്, വിഷയമില്ലായ്മ എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ടിന് നമ്മൾ ബഹിർപാത്ത്, ഉൽപ്പന്നം എന്നാണ് പറയുന്നത്. പ്രൈവസിക്ക് നമ്മൾ ഗോപനീയത, സ്വകാര്യത എന്ന് പറയുന്നു. സേവിനെ നമ്മൾ സഹേജയം, സംരക്ഷിക്കൽ എന്നാണ് പറയുന്നത്. സൈൻ ഔട്ടിന് നമ്മൾ പ്രസ്ഥാൻ, അവസാനിപ്പിക്കുക എന്നാണ് പറയുന്നത്. സോഷ്യൽ എന്നുള്ളതിന് സാമാജിക ഒത്തൊരുമ എന്നാണ് പറയുന്നത്. ഓക്കെ. സ്പാം എന്നുള്ളതിന് അൻചാഹ, അനാവശ്യമായതെന്നും. സൈൻ ഇൻ എന്നുള്ളതിന് കാത്താ ജോഡെ എന്നും അഥവാ തുടങ്ങുക എന്നും. ഷെയർ എന്നുള്ളതിന് സാഞ്ചാക്കരെയും പങ്കുവെക്കുക എന്നും. സിമ്പൽ എന്നുള്ളതിന് സങ്കേതെന്നും സൂചന എന്നും. ഓക്കെ. യൂസർ നെയിമിന് ഉപയോഗകർത്താക്ക നാം അഥവാ ഉപഭോക്താവിന്റെ പേര് എന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ 8 മാർക്ക് നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വീണ്ടും വായിച്ച് പഠിക്കുക. ഓക്കെ. ബൈ.